എല്ലാ കൂട്ടുകാർക്കും ദാസേട്ടൻ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ? ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചിക്കൻ ചെസ്റ്റിൻ്റെ ഫ്രൈയുടെ റെസിപ്പിയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ ബെല്ലേക്കൺ അമർത്തി ആ ഓളെന്ന ഓപ്ഷൻ കൂടി ഒന്ന് കൊടുക്കണേ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 1/2 കിലോ ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ചിക്കൻ്റെ ചെസ്റ്റ് ഇതേ ചെറിയ പീസാക്കി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ വലിയ പീസാകുമ്പോൾ നമുക്ക് മസാലയൊന്നും ശരിക്കും പിടിച്ച് കിട്ടില്ല. ഇനി അതിലേക്ക് ഒന്ന് മസാല കൂട്ടണം. അതിനായിട്ട് ഒരു ബൗളിൽ 1 സ്പൂൺ അരിപ്പൊടി, വറുത്തരിപ്പൊടി, 1/2 സ്പൂൺ മൈദപ്പൊടി, 1 സ്പൂണ് മുളക് പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1 സ്പൂൺ മീറ്റ് മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാല, ഒരു 1.5 മുറി ചെറുനാരങ്ങയുടെ നീരാണ്, 1.5 മുറി ചെറുനാരങ്ങയുടെ നീര്, പിന്നെ ഉപ്പ്, അല്പം കുരുമുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് 1/2 സ്പൂണ്, പിന്നെ തേങ്ങയാണിത്. അതുപോലെ തരിതരിപ്പായിട്ട് അരച്ച തേങ്ങ അരച്ച കൂടി ചേർക്കുമ്പോൾ നമ്മൾക്ക് നല്ലപോലെ പൊടി കിട്ടും. അതിലേക്ക് ചിക്കൻ ചെസ്റ്റിലേക്ക് പിടിച്ചതിന് ബാക്കി നമ്മൾക്ക് നല്ലതുപോലെ പൊടി കഴിക്കാൻ പറ്റും. നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അധികം വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതേ പരുവത്തിൽ നമ്മളതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു 1/2 സ്പൂൺ വെള്ളം കൂടി ചേർത്തിട്ട് ഞാനതൊന്ന് കറക്റ്റ് ആക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ചിക്കൻ ചെസ്റ്റ് പൊരിക്കാതെ വേണ്ട എന്തായാലും ഒന്ന് പൊരിച്ച് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. വീണ്ടും വീണ്ടും ചോദിക്കും കുട്ടികളൊക്കെ. ഇനി ആ കഴുകി വെച്ചിരിക്കുന്ന പീസസ് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഞാനിപ്പോൾ ഇതൊരു 1/2 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ നാരങ്ങ നീരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ നല്ലൊരു എരിവും പുളി നല്ലൊരു ടേസ്റ്റും ഉണ്ടാവും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇപ്പോൾ 1/2 മണിക്കൂർ കഴിഞ്ഞു. ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. എണ്ണ ഒരുവിധം ചൂടായി വരുമ്പോൾ തന്നെ ഞാൻ ആ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കുകയാണ്. കാരണം അത് പതുക്കെ നമ്മൾ കയ്യിലേക്ക് വെന്ത് വരണം. ഇപ്പോൾ ചെസ്റ്റ് തന്നെ വലിയ പീസായി കഴിഞ്ഞാൽ നമുക്ക് തീരെ ഉള്ളൊന്നും വേവാതെ അതിൽ മസാലയൊന്നും അധികം പിടിക്കത്തില്ല. ചെറിയ പീസാകുമ്പോൾ പിന്നെ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. കുറച്ച് അങ്ങോട്ട് ഇളകിപ്പോയാലും നമ്മൾക്കത് ക്ലിയറായി കിട്ടും. അപ്പോൾ ഈ ഒരു മസാല അല്പം ഇളകിയിട്ടാണെങ്കിൽ നമുക്ക് ആ പൊടികൾ നന്നായിട്ട് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതൊക്കെ നന്നായിട്ട് എണ്ണയിൽ മുങ്ങി നല്ലപോലെ ഇതുപോലെ പൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേ ഒരു പരുവത്തിൽ നമ്മൾക്ക് കോരി മാറ്റാം. പെട്ടെന്ന് കൂടുതൽ എണ്ണ ചൂടാക്കിയിട്ട് കഴിഞ്ഞാൽ പുറം മാത്രം കരിഞ്ഞ് ഉള്ളു വേവാതിരിക്കും. ഇപ്പോൾ കണ്ടില്ലേ? പീസിലൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. ഇനി രണ്ടാമതും കൂടി നമ്മൾക്ക് അതൊന്ന് പൊരിച്ചെടുക്കാം. അപ്പോൾ എണ്ണ ഞാൻ പറയുന്നത് ചൂടുണ്ടെങ്കിലും അത് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം. നമ്മൾ കൂട്ടിയും കുറച്ചും കൊണ്ടിരിക്കണം. ഈ ചിക്കൻ പൊരിക്കുന്ന സമയത്ത് എപ്പോഴും അങ്ങനെയാണ്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് അറിയാമായിരിക്കും. അപ്പോൾ രണ്ടാമത്തെ ബാച്ചും നമ്മൾക്കിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ സാധാരണ നാടൻ മസാലകൾ മാത്രമേ ചേർത്തുള്ളൂ. അതിൽ എക്സ്ട്രാ ഞാൻ കുറച്ച് തേങ്ങ അരച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഹെൽത്തിയും കൂടിയായിരിക്കും. നമ്മളിതിൽ അജിനാമോട്ട അങ്ങനെ ടേസ്റ്റിംഗ് പൗഡർ ഒന്നും ചേർത്ത് കൊടുത്തില്ലല്ലോ. കണ്ടില്ലേ? ഇതുപോലെ പൊടിയൊക്കെ ആയിട്ട് നല്ല കണ്ടീഷനായിട്ട് വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ബാച്ചും കൂടി ഞാനത് പൊരിച്ചു കൊടുക്കണം. ഇതോടുകൂടി നമ്മളെ അടിപൊളി ചിക്കൻ ചെസ്റ്റ് ഫ്രൈ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മളെ റെസ്റ്റോറൻറ്റിലൊക്കെ പോയിട്ട് ഇതിന് കാശൊന്നും അധികം കളയേണ്ട ആവശ്യമില്ല. ചില്ലി ചിക്കൻ പോലുള്ളതൊന്നും വാങ്ങിയിട്ട് ഇതുപോലെ അങ്ങോട്ട് നാടൻ രീതിയിൽ അങ്ങോട്ട് പൊരിച്ചു കൊടുത്താൽ നല്ല ഹെൽത്തിയും നല്ല ടേസ്റ്റിയും ആയിരിക്കും. വീഡിയോയിൽ കണ്ടാൽ തന്നെ അറിയാം. നല്ല പൊടികളൊക്കെ ആയിട്ട് നല്ല അടിപൊളി ചിക്കൻ ചെസ്റ്റിൻ്റെ ഫ്രൈ ആണ്. കണ്ടില്ലേ? അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. അപ്പോൾ ചോറിനതിന് കറിൻ്റെ ഒന്നും ആവശ്യമില്ല. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.